പിശാചനാശനാൻ ഭവാൻ വായുജന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവരാമവാൻ തന്നെ കേവലമെന്നാകിലും തന്മന്ത്രജവരതന്മാരായ ജനങ്ങളെ മഹാമായ ബന്ധിച്ചില്ല. തന്മന്ത്രാജവന്മാരാം ജനങ്ങളെ തന്മഹാമായ ബന്ധിപ്പിച്ചിരുന്നതും സേവാനുരൂപാവല്ലാണ് തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെ പോലെ വിശേഷാഭൂഷി വിശ്വസംഹാര സൃഷ്ടിച്ചിരികൾ ചെയ്യുവാനായി വിശ്വമോഷിയായ നായകൻ ഗുണങ്ങളായി രുദ്രപങ്കജ ഭവവിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ മോഹാത്മനാം. അങ്ങനെ ഇന്ന് കടക്കടക പൊട്ടായി. മഴയാണ് കേട്ടോ, നല്ല മഴ. അമ്മമ്മ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. മഴ രണ്ടും കൽപ്പിച്ചിട്ടാ, ഒരു നിവർത്തിയില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടേയിരിക്കാം. അമ്മമ്മ ഇന്ന് കർക്കടക പത്തല്ലേ? എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യൽ? ഒരു സ്പെഷ്യലിനും ഒരു നിവൃത്തിയില്ല, കാരണം മഴയാണ്. പുറത്തേക്ക് ഇറങ്ങണ്ട. എൻ്റെ അമ്മോ എന്ത് മഴ അറിയോ. ഞാൻ കർക്കടക മാസം തുടങ്ങണതിൻ്റെ വീഡിയോസ് വിട്ട് അങ്ങോട്ട് പോയതല്ലേ. അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു നമുക്കിനി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. അന്ന് തുടങ്ങിയ മഴയാണെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയ ഞാനൊരു വീഴ്ചയും വീണു. ഞാനത് ജസ്റ്റ് ചെറുതായിട്ട് ഷോർട്സിലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വീണപ്പോൾ പക്ഷെ എല്ലാവരും വിചാരിച്ചു മുമ്പത്തെ മാതിരി അങ്ങനെ ഫ്രാക്ചർ ആയോന്ന്. പക്ഷെ ഇല്ല കേട്ടോ, അത്രത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. വീണു 2 ദിവസം കുഴപ്പം. ആദ്യത്തെ ദിവസം നമ്മൾ വീണു, കയ്യിൽ മുറിവായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വേദന ആയിരിക്കും വിചാരിച്ചിരുന്നു. മുറ്റത്ത് തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ മുറ്റത്ത് നല്ല വെള്ളം കിട്ടി നിന്ന് വഴുക്കലുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ദശപുഷ്പം പറിക്കാൻ പോയത് തന്നെയാണ്, അത് പറിക്കാൻ വേണ്ടി പോയത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വീണത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും എപ്പോഴും പറയാറുണ്ട്, അമ്മമ്മയൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ കാണുമ്പോൾ ഒക്കെ പറയാറില്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാ വർഷവും ഉള്ളതാണ്. കാരണം ഇവിടെ വെള്ളം അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മുറ്റം. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല വഴുക്കൽ. എന്നാൽ അങ്ങോട്ട് വരൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് വീണു. ഒരു ദിവസം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസമായപ്പോഴേക്കും കൈ ആകെ വീങ്ങി. അപ്പോൾ പേടിയായി, ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പം ചതവാണ്. കൈ ഇങ്ങനെ അടിച്ചിട്ടാണ് വീണേ. അന്ന് വീണപ്പോൾ ഇടത് കൈ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വീണപ്പം വലത് കൈയാണ് ആയത്. അപ്പോൾ കൈയിൻ്റെ മുട്ടിങ്ങനെ വെച്ച് അടിച്ചിട്ടാണ് വീണേ. നല്ല വീഴ്ചയാണ് വീണത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ അടക്കം ഉണ്ട് കേട്ടോ, പക്ഷേ ഞാനത് കാണിക്കില്ല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ. കാരണം എന്താ അറിയോ, ഞാനിതിങ്ങനെ പറിക്കണതിൻ്റെ വീഡിയോ നമ്മളെ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വീണത്. അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കാരണം എനിക്കത് കണ്ട വൈക്കില്ല. അത്ര ഒരു ഭയങ്കര വീഴ്ചയാണ് വീണത്, ഒരുമാതിരി വീഴ്ച. അപ്പം എന്തായാലും വീണു, കയ്യിന് ചതവ് പറ്റി. അപ്പോൾ പറഞ്ഞു കയ്യിന് റെസ്റ്റ് വേണം എന്തായാലും. ഇങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും അനക്കും ബാക്കിയുള്ള സമയത്തൊക്കെ. എന്താ പറയുക, അങ്ങനെ കെട്ടാണ്ടിരുന്നത്. അതുകൊണ്ടാണ് സ്ലിങ്ങിലിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഓക്കെ ആയി. ഇപ്പം ആ മുറിവുണ്ട്, അതൊന്ന് മാറണം. 10 ദിവസം. ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല. 10 ദിവസം ഏതാണ്ട് അത്രയായി. അതെ, നല്ല വീഴ്ചയാണ് വീണത്. പക്ഷെ ദൈവം സഹായിച്ച് ഇത്രയാണ് പറ്റിയുള്ളൂ. ഇപ്പം ശരിക്കും മുത്താച്ചിയായിട്ടുണ്ട്. മൂടി പൊതച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മഴയും നല്ല തണുപ്പ്. എന്നെയാണ് നിലത്തൊന്നും ചവിട്ടാൻ വയ്യ. നല്ല തണുപ്പ് വെച്ചാലും ഉണ്ട്, ഭയങ്കര തണുപ്പ്. നല്ല മഴ, കാറ്റും മഴയും. ഇങ്ങനെ നിൽക്കാണ്ട മഴയാണത് ആദ്യമായിട്ടാ തോന്നുന്നു അല്ലേ? ഒരാഴ്ചയെ മഴ എന്ന് തുടങ്ങിയതാ? മഴ എന്നും ഉണ്ട്, കുറേ ദിവസം. ഒരു ദിവസം ഒരു വിളി ഉണ്ടായി കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നിട്ടല്ലേ ഞാൻ ആ പട്ടയൊക്കെ അവിടെ നീക്കിട്ടു. നല്ല മഴ. ഇന്നിപ്പോൾ കർക്കടക 10 കർക്കടക 10 ശരിക്കും നമ്മൾ എന്താ പത്തല വെക്കൊക്കെ ചെയ്യും. പത്തല പോയിട്ട് ഇവിടെ ഒരല കിട്ടുമെന്ന് നിശ്ചയില്ല. തൊടിയിലൊക്കെ ഉണ്ട്, എല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. ഒന്നാമത് വഴുക്കല, പിന്നെ മഴ തോരുന്നേ ഇല്ല. അതന്നെ ഒരു രക്ഷയില്ല മുറ്റത്തേക്ക് ഇറങ്ങാൻ. ഇപ്രാവശ്യം എന്തോ ഇങ്ങനെ ആയിപ്പോയി. മറ്റു നമ്മൾ പത്തലൊക്കെ പൊട്ടിച്ച് കറിയൊക്കെ വയ്ക്കാറുണ്ട്, പക്ഷെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ. അങ്ങനെ അത്ര ഒരു പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുക. നിവൃത്തിയില്ല. ചെറു കുട്ടികളും ജോലിയുള്ളവരും പോകും, അല്ലാതെ വീട്ടിലിരിക്കുന്നവർ പുറത്തിറങ്ങില്ല. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ്. നിവൃത്തിയില്ലാത്ത ഒരു കർക്കിടക 10.
കർക്കിടക മാസത്തിൽ പണ്ടും ഇങ്ങനെ തന്നെയാണ്. മഴക്കാലമാണല്ലോ ഇങ്ങനെ ചീഞ്ഞുകൊണ്ട് നിൽക്കും മഴ. പക്ഷെ അമ്മമ്മയുടെ ഒരു കാര്യം അറിയോ, അമ്മമ്മ ഉണ്ടല്ലോ ഇത്രയും ദിവസം ആദ്യമൊക്കെ മഴ അങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ദിവസം മഴ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മേ എന്തൊരു മഴ അറിയുമ്പോൾ അമ്മമ്മ അറിയേ ഇതൊക്കെയാണോ മഴ, നീ മഴ കണ്ടിട്ടില്ല, ഇതൊന്നല്ല മഴ അറിയും. ആ ആളിപ്പ ഇരുന്ന് പറയാ എന്ത് മഴയത്, ഇങ്ങനെ ഒരു മഴ പെയ്യലുണ്ടോ? ആ അതിന്റെ രാത്രിയൊക്കെ പെരുമഴയാണ്, പെരുമഴ. അമ്പോ അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണാണ്, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം അങ്ങനെ മഴയിലായിപ്പോയി ഇപ്രാവശ്യം. ആ അതെ, നമുക്ക് പക്ഷെ ഇത്രയേ ഉള്ളൂ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പല സ്ഥലങ്ങളിലും എന്തൊക്കെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണല്ലേ ഒന്നിനൊരു ഇതില്ലാണ്ട് അത് അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ്. പിന്നെന്താ, ഇന്നിപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്കും അതെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാനും ഇരിക്കൽ തന്നെയാണ്. ഒരു കുറച്ച് ദിവസമായിട്ട് റെസ്റ്റായി പോയി, കയ്യിൽ നിന്ന് പണി കിട്ടിയോണ്ട്. പുറത്തിറങ്ങാനും ആ അതെ. പിന്നെ ഇപ്പം എന്തോന്ന് പറയണം മേടിച്ച്, ആ മൈലാഞ്ചിയൊക്കെ അരച്ചിടണമെന്നൊക്കെ കഴിച്ചു. പക്ഷെ നമ്മളുടെ പറമ്പിൽ മൈലാഞ്ചി ഇല്ല അല്ലേ. ഇവിടെ വലിയ മൈലാഞ്ചിയുടെ മരം ഉണ്ടായിരുന്നതാണ്. കിണറിന്റെ വക്കത്തും വേറെ ഉണ്ടായിരുന്നു. അല്ല പണ്ട് ഇവിടെ നാട്ടിലുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുവരും നമ്മുടെ അടുത്ത്. അത്ര വലിയ മരം ഉണ്ടായിരുന്നു നമ്മളുടെ പറമ്പിൽ, അവിടെ ആയിരുന്നു. ആ വലുതൊന്ന്. അത് പിന്നെ അങ്ങനെ പോയി. പിന്നെ നമ്മളെ കിണറിന്റെ വക്കത്തുണ്ടായിരുന്നു, അതും ഇപ്പം ഇല്ല. ഇപ്പൊ ശരിക്കും മൈലാഞ്ചി ചേച്ചിയാണ് എല്ലാ വർഷവും കൊണ്ടുവന്നേരാറ്. ചേച്ചി അവിടെ നിന്ന് അരച്ചിട്ട് അങ്ങനെ ഇപ്രാവശ്യം ഉപ്പട്ടാഴ്ചയൊക്കെ കഴിഞ്ഞു, മൈലാഞ്ചിയിടലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വീഴ്ചയൊക്കെ ആയിട്ട് അതൊക്കെ പോയി. എൻ്റെ അമ്മേ തണുക്കണം. തണുക്കുണ്ടോ? നല്ല മഴ. രാവിലെ എണീറ്റതിന് ശേഷം മഴ നിന്നിട്ടില്ലല്ലോ. പക്ഷെ നാലും പ്രതു രാവിലെ തന്നെ കുളിച്ചു അല്ലേ, കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുക. പക്ഷെ തണുത്തിട്ട് വയ്യ. ഇന്ന് എൻ്റെ സ്കൂളിൽ പോകാത്തേ? ഇന്ന് സ്കൂളില്ല. ഇന്ന് പ്രതുവിന് സ്കൂളില്ല, പാറുവിന് മാത്രമേ സ്കൂളിൽ. പാറു പാവം മഴയത്ത് പോയിണ്ട് അല്ലേ. ഇതാണിപ്പോൾ ഇന്നത്തെ ഉച്ചയൂണല്ലേ. എവിടെ പോയി അമ്മേ? ഇന്നൊരു സാധനം മിസ്സിങ് അല്ലേ? എന്ത് സാധനം മിസ്സിങ്? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചാണ്. ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇലക്കറി അതാ ഞാൻ ചോദിക്കുന്നത്. അതന്നെ ഞാനൊന്ന് സാഹസത്തിന് മുതിരാത്തത്. എനിക്ക് ഇനി വീഴാൻ വയ്യ. ആ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ 10 ഇലക്കറിയൊക്കെ വെക്കണം അത്രേ. പക്ഷേ ഇന്ന് നമ്മൾ ഇത്രയും ഇതുകൊണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല ഇതിലിടുവോ? മുരിങ്ങയുടെ ഇല കഴിക്കാൻ പാടില്ല. അപ്പോൾ പുളിഞ്ചി, കടുമാങ്ങ, ഉപ്പേരി, വേറെ ഉപ്പേരി, പപ്പടം, മോര് കൂട്ടാൻ, ചോറ്.
മഴയൊക്കെ ആണെങ്കിലും ശീബോധി വെക്കലൊന്നും അമ്മമ്മ മുടക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതെല്ലാം ദിവസവും ഒരേപോലെ നടക്കുന്നുണ്ട് കേട്ടോ. നാളത്തേക്കുള്ളത് ഇന്നേ എല്ലാം പറിച്ച് റെഡിയാക്കി ദേ ഇവിടെ തുളസി തറയിൽ തന്നെ വെക്കും. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. ഇതിനി നാളത്തേക്കുള്ളതാണ്. ഈ വർഷത്തെ മഴ കാരണം നമുക്ക് പത്തല പറിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന കുറേ പേരുണ്ടാവും ഈ വർഷം. അപ്പോൾ അവർക്ക് ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. മഴ പയറ് മത്തനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേതാ? പയറ്. ആ പയറിൻ്റെ ഇല മൂത്തത് പൊട്ടിക്കാൻ പാടില്ലെന്നാ? ഇത് ഇളതല്ലേ? ഇത് മത്തൻ്റെ ഇല. ആ ഇളയ ഇല നോക്കിയിട്ടല്ലേ, ചെറിയ ഇല നോക്കിയിട്ട് മൂക്കാ. ഇതിനെ നമ്മൾ സാമ്പാർ ചീര എന്നാ പറയല്ലേ, സാമ്പാർ ചീര. അപ്പം അതിൻ്റെയും ഒരു കുറച്ച് എടുക്കാം. ചീര ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും അതെ എണ്ണം തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുകയാണ്. ചുവന്ന ചീര. ഓരോ ഇലയൊക്കെ പൊട്ടിച്ചോ? താളിൻ്റെ ഇലയും പൊട്ടിച്ചു. ചേനയുടെ ഇല പൊട്ടിച്ചോ? അതെവിടെയുള്ളത്? അതാ ചേന. അതാ ഒന്ന് വീണ് കിടക്കണം, അതിൻ്റെ പൊട്ടിച്ചോ? താളും തകരയൊക്കെ. വേണ്ട കുട്ടി, ഇല മാത്രം പൊട്ടിച്ചാൽ മതി. തണ്ടൊന്നും ഈ പൊട്ടിക്കാൻ നിൽക്കണ്ട. ഇല പൊട്ടിച്ചെടുത്തോ. ആ അമ്മ ഇത് ചൊറിയില്ലേ? അത് പക്ഷെ കഴിക്കുമ്പോ ചൊറിയില്ലേ? ഈ ചൊറിയുന്ന സാധനമാണ് കേട്ടോ എന്നോട് പൊട്ടിക്കാൻ പറയണേ. എന്താണ് എരുമത്തൂവ എന്ന് പറയണത്, കൊടുത്തൂവ എന്നൊക്കെ പറയണേ. ഇതോ കൊടുത്തൂവല്ലത്? ഇതും ചൊറിയണാണ്. ഞാൻ പൊട്ടിക്കട്ടെ? എന്റെ കൈ എങ്ങാനും ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴേ ചൊറിച്ചില്ല വെച്ചിട്ടുണ്ട്. ഓ 7 എനിക്ക് ചൊറിയുന്നുണ്ട്. മുളകിന്റെ തുളസിയുടെയിലും കറിവേപ്പിന്റെ ഇലയൊക്കെ പത്താവില്ലേ? അതൊക്കെ കഴിക്കാൻ പറ്റണേ, ഒക്കെ കഴിക്കാൻ പറ്റണല്ലേ. എന്നാ മുളകിന്റെ ഇല പൊട്ടിക്കാ. മുളകിന്റെ ഇല ഇതെന്തപ്പോൾ ഇത് ചെറിയ ചെറിയ ഇലകളാണല്ലോ. അമ്മ പറയണു മുളകിൻ്റെ ഇല കേടൊന്നുമില്ല. മുളകിൻ്റെ ഇലല്ലേ, നമുക്ക് മുളകിൻ്റെ ഇലയും പൊട്ടിക്കാം. ഓക്കെ, ഇത് ചുണ്ടങ്ങയുടെ ഇലയാണല്ലേ, ചുണ്ടങ്ങ. നമുക്കത് പൊട്ടിക്കാം. അമ്മര് കോവയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ കോവയ്ക്ക കാണാനില്ല. അതുകൊണ്ട് ഇത് ചേമ്പിൻ്റെ ഇല. അങ്ങനെ നമുക്ക് ഇതും പൊട്ടിക്കാം. എനിക്ക് തോന്നുന്നു 10 എണ്ണമായി തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചേമ്പിൻ്റെ ഇലയും പൊട്ടിച്ചു. അങ്ങനെ ഇതാ കുറേ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എണ്ണി നോക്കണം, 10 എണ്ണം ഉണ്ട് എന്നാണ് തോന്നുന്നത്. കണ്ടോ, 10 ഇല കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല എന്താ പാടില്ല പറയണം അമ്മ? എല്ലാം നമ്മൾ അറിയാം. എന്നാലും ഒരു വിഷം അല്ലേ? അതാണ്. പണ്ടെന്താ പറയാ, ശ്രീ ഭഗവതിയുടെ താലിയാണ്, പൊട്ടിക്കാൻ പാടില്ല. അതെ, ശ്രീ ഭഗവതിയുടെ താലിയാണ്. അപ്പൊ എല്ലാ ഇലകളും നമ്മൾ കഴിക്കും, ഇതൊഴികെ. കർക്കിടക മാസത്തിൽ അതിന് കട്ടുണ്ടെന്നാ പറയുന്നത്. വിഷം. അതെ, അങ്ങനെ ഒരു കഴിവുണ്ട് മുരിങ്ങയ്ക്ക് എന്നാണ് പറയണത്. ഈ കിണറിന്റെ ഒക്കെ അടുത്ത് മുരിങ്ങയുടെ മരം അല്ലേ, അങ്ങനെ പറയില്ല. അതാണ് കീഴാർനെല്ലി. ഇപ്പൊ എന്തിനാ? മരുന്നാണ്. ആ, കീഴാർനെല്ലി ചോട്ടിൽ കണ്ടു നെല്ലിക്കണ മാതിരി. അതാണ് കീഴാർനെല്ലി. പോരും. 10 എണ്ണം ആയിരുന്നു. കിട്ടിയാ? ആഹാ,
എന്നാ വേരോടക്കന്നെ വേണ്ട, 2 ഇല മതി. ആ ഏതാണ് തകര? ഞാൻ കഴിഞ്ഞ വർഷം ഇത് കാണിക്കണം വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയതേ ഇല്ല. ആ ഒരു മഞ്ഞപ്പൂവല്ലേ? ആ മഞ്ഞപ്പൂവ് പണ്ട് ഇവിടെ എത്രയാണ്ടായിരുന്നു അറിയോ? കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ പ്രഷ്യസ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ തകര കിട്ടി. പണ്ടൊക്കെ ചേട്ടാ 10 ഇല റെഡി ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 ഇല ഉണ്ട്. 1 എക്സ്ട്രാ ആണ്, അപ്പോൾ കിട്ടും എന്നുള്ളത് ഉറപ്പായി. 10 ഇല. ചേന, ചേമ്പ്, താളാണ് ഈ 3 എണ്ണം. ഇത് ചുണ്ടങ്ങയുടെ, പിന്നെ ഇത് ചീര, കൊടുത്തൂവ, മത്തൻ, പയറ്, തകര, മുളക്, സാമ്പാർ ചീര, 3 എണ്ണം. 10 ഇല ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും, ഇത്ര മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇന്നത്തെ കാലത്ത് ശരിക്കും പലരും വിചാരിക്കും എന്തോന്ന് 10 ഇല കൂട്ടാൻ എന്നൊക്കെ അല്ലേ. പക്ഷെ അത് വെറും വിചാരം മാത്രമാണ്, അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, പഴയ ആളുകൾക്കുള്ള ആ ഒരു അറിവ് എന്ന് പറയുന്നത് അതൊരു അപാര അറിവ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ 10 ഇല കൂട്ടാൻ വെക്കുന്ന സമയത്ത് അതിൽ ഓരോ ഇലകൾക്കും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള ഇലകളാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കണമെന്ന് വെച്ചെങ്കിൽ, കർക്കിടക മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുന്നതാണെങ്കിലും അത് നമുക്ക് ഡബിൾ ആയിട്ട് നമ്മളുടെ ശരീരത്തിൽ അതിന് ഒരു ഫലം കിട്ടും. അതായത് ട്രീറ്റ്മെന്റുകളൊക്കെ നടത്താൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നല്ലപോലെ വിഷം അടിച്ച് വരുന്നതാണെന്നുള്ളത്. നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ അതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ. പക്ഷെ അതിനൊക്കെ ഉള്ള നല്ലൊരു ആൾട്ടർനേറ്റീവാണ് ഈ ഒരു നമ്മളുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന ഈ ഇലകൾ വെച്ചിട്ടുള്ള കറികൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ താള്, തകര എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനൊന്നും വില കൊടുക്കാതിരിക്കരുത്. കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ. നമ്മളുടെ തൊടിയിൽ നിന്ന് പറിക്കുന്ന ഈ ഇലകളിലൊക്കെ ആന്റി ഓക്സിഡൻസ്, മിനറൽസ്, വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, ഫൈബർ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളത് എത്ര പേർക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളുടെ ഡൈജഷനേക്ക് ഈ ഒരു കറി നല്ല പോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും 10 ഇല കൂട്ടാനൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊണ് കഴിച്ചാലോ. അപ്പൊ അതാ നല്ല മുരിഞ്ഞിട്ടുള്ള കയ്പയ്ക്കപ്പേരിയാണ് കേട്ടോ, കരിഞ്ഞതല്ല. അപ്പൊ കയ്പയ്ക്കപ്പേരിയുണ്ട്, നല്ല 10 ഇല കറി കൂട്ടാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തൈരും, പിന്നെ 2 കൊണ്ടാട്ട മുളകും, 3 കടുമാങ്ങയും, ഒരു പപ്പടവും ഒക്കെ കൂട്ടി അങ്ങോട്ട് ചോറുണ്ണ. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയോ? ടേസ്റ്റ് മാത്രമല്ല, നമ്മളുടെ നാവിൻ്റെ രുചി മാത്രമല്ല കേട്ടോ, നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ ഒരു നാടൻ ഊണിൽ ഉള്ളത്. നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് മുഴുവനെ 10 ഇല എന്നുള്ളത് മൊത്തത്തിലാണ് പറഞ്ഞത്. അതുപോലെ താള്, തകര, തഴുതാമ, അതുപോലെ ചേമ്പില, പയറില, ചേനയില, കുമ്പളത്തിന്റെ ഇല, മത്തന്റെ ഇല, ചൊറിയണത്തിന്റെ ഇല, ചീരയില, ഇങ്ങനെ 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 നീണ്ടു പോവുകയാണ്. വെച്ചിട്ടും പലതരത്തിലുള്ള കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉപ്പേരിയായിട്ടും നമുക്ക് എങ്ങനെയാണോ ഇഷ്ടത്തിൽ കഴിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. പുറം നാടുകളിലുള്ളവർക്കൊന്നും ഇപ്പൊ വേറെ നിവൃത്തിയില്ല ഇതൊക്കെ കാണുക എന്നല്ലാണ്ട്, അവർക്ക് ഇതൊന്നും കിട്ടാനുള്ള വഴിയില്ല അല്ലെ. അപ്പോ പിന്നെ എന്തായാലും നമുക്ക് കിട്ടാവുന്ന ഇലകൾ എന്താണോ, ചീരയൊക്കെ അല്ലേ, അതൊക്കെ ഉള്ളത് കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കൂടുതൽ അതൊക്കെ കഴിക്കുക. അപ്പൊ എന്തായാലും നാട്ടിലുള്ളവര്, നാട്ടിൻ പുറത്തുള്ളവർ ഇതുപോലെ ഇലകളൊക്കെ കിട്ടാൻ അവസരങ്ങളുള്ളവര് എന്തായാലും ഈ ഒരു ചാൻസ് കളയാതിരിക്കുക. ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കുക, അതെന്തായാലും നല്ലതേ വരുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഈ ഒരു 10 ഇല കൂട്ടാന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അതൊക്കെ ഉള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.